അത്രയും അനുഭവിക്കുന്നുണ്ട്. ഇത് ആ ഒരു കുട്ടിയല്ല, ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ മരണം രണ്ടാമത്തതും ഒരു കുട്ടി ഇവിടുന്ന് ചാടിപ്പോയിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവങ്ങളല്ല. ഒരുപാട് സുഹൃത്തുക്കളെ, ആസിൻ എന്താന്ന് പറയുന്ന പെൺകുട്ടി പാലക്കാടുള്ള ഒരു സ്കൂള്, ആ ഒരു സ്കൂളിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. അതുകൊണ്ടാണ് സെന്റ് ഡൊമിനിക് സ്കൂൾ പാലക്കാട്. കാരണം പല മാപ്പറുകൾ ആ ഒരു പേര് പറയാൻ ഭയങ്കര മടിക്കുന്നുണ്ട്. സെയിന്റ് ഡൊമിനിക് സ്കൂൾ പാലക്കാട്ടിലാണ് ഒരു പെൺകുട്ടി, ആസിൻ എന്താന്ന പെൺകുട്ടി 1.5 മാർക്ക് എങ്ങനെ കുറഞ്ഞതിന്റെ ഭാഗമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള സ്കൂളിലെ പീഡനം, അതിഭീകരമായിട്ട് പീഡിപ്പിക്കുന്നു. അത് സ്റ്റെല്ല എന്ന് പറയുന്ന, ഇപ്പൊ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. സ്റ്റെല്ല എന്ന് പറയുന്ന ആ ഒരു 4 ടീച്ചറാണ് ആ ഒരു പെൺകുട്ടി അതിഭീകരമായിട്ട് ആക്ഷേപിച്ചത്, അപമാനിച്ചത്, മാനസികമായിട്ട് തളർത്തത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് നമുക്ക് മുമ്പിലേക്ക് കിട്ടുന്നത്. നോക്ക്, നിങ്ങൾക്ക് ആ ചിത്രത്തിൽ ഇപ്പോൾ ഒരു ജോയ്സ് എന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ ഒക്കെ കുട പിടിച്ചടക്കുന്ന ഒരു പ്രിൻസിപ്പളാണത്. ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പുറത്തെ ചിത്രത്തിൽ സ്റ്റെല്ല എന്ന നടുക്ക് നിൽക്കുന്ന സ്ത്രീയെ കാണാം. ഇവരാണ് ഈ ഒരു പെൺകുട്ടിയെ അതിഭീകരമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. നോക്കൂ, ഈ ഒരു സ്കൂളിൽ ഇത് ഒന്നാമത്തെ സംഭവമല്ല എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അവിടെ ആ കുട്ടികളെ, തങ്ങളുടെ മക്കളെ ഇങ്ങനത്തെ ഒരു കൊലപാതക സ്ഥാപനത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ ഏൽപ്പിക്കുന്ന രക്ഷിതാക്കളുണ്ടല്ലോ, സമ്മതിക്കണം. നിങ്ങളൊക്കെയാണ് ആദ്യം പിടിച്ചിട്ട് ജയിലിൽ അടക്കേണ്ടത്. എനിക്ക് തോന്നിപ്പോകുന്നു അവിടെ തന്നെ പഠിച്ച മുന്നത്തെ കുറച്ച് കുട്ടികൾ അയച്ച ചില വോയിസ് നോട്ടുകളും ചില എഴുത്തുകളാണ്. നോക്കിക്കോളൂ, ഈ കാണുന്ന പ്രിൻസിപ്പൽ ജോയ്സ് ആണ് ഇതിന്റെ മെയിൻ സാധനം. ഇതിനെക്കാട്ടിലും തലമൂത്ത സാധനമാണ് അപ്പുറത്ത് നിൽക്കുന്ന സ്റ്റെല്ല എന്ന് പറഞ്ഞ ടീച്ചർ. കാരണം സിസ്റ്റർ വരുന്നതിന് മുമ്പേ കുറെ കാലം കൊണ്ട് ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്ന LKG തൊട്ട് കാണുന്ന സിസ്റ്റർ ആ ടീച്ചർ, ആ സ്റ്റെല്ല എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം ഭയങ്കര റൂട്ടിലാണ് അറിയോ കുട്ടികൾ അടിക്കുക. എനിക്ക് തന്നെ അറിയാം, ആൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു അവിടെ ഒരാഴ്ച കിടക്കും. എന്തൊരു ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കി. അവിടെ ഒരാഴ്ച കിടക്കും. ചോരയൊക്കെ വന്നിട്ടുള്ള കുട്ടികളുണ്ട്. അടിച്ചിട്ട് നന്നായിട്ട് ബ്രൂട്ടൽ പണിഷ്മെന്റ് ആ കൊടുക്കുന്നത്. കുറച്ചൊരു ഡെയർ കൊണ്ടുവരാത്തതിന് ചൂരിൽ വെച്ച് അടിച്ചിട്ട് ഒരാഴ്ച അങ്ങനെ കിടന്ന ഒരു സീനിയറിനെ എനിക്കറിയാം. ഞാൻ സെവൻത്തിൽ പഠിക്കുമ്പോൾ ആ ചേച്ചി 9th അങ്ങനെ ഒരു അവിടെ ഒരാഴ്ച കിടന്ന് ഒരു ഡയറും കൊണ്ടുവരാത്തതിന്. ഇങ്ങനെ ഒന്നല്ല, എല്ലാ ദിവസവും ആയപ്പോൾ ഇത്രയും ഹരാസ് ചെയ്യുന്നൊരു കുട്ടികൾ ഫസ്റ്റ് അല്ല എന്ന് പറഞ്ഞ ആ സ്റ്റെല്ല എന്ന് പറഞ്ഞ ടീച്ചർ അതിഭീകരമായിട്ടാണ് ഇവർ ആക്രമിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ബേസ് റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കന്യാസ്ത്രീയാണ്. ഞാൻ അറിഞ്ഞതും ഞാൻ കേട്ടതുമാണ്. ആരെങ്കിലും ഇത്ര അനുഭവങ്ങളുണ്ടെങ്കിൽ അടിയിലൊന്ന് എഴുതിക്കണം. ഇത്തരം കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന, കന്യാസ്ത്രീകൾ ടീച്ചറായിട്ടുള്ള ഇത്തരം മഠങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളെ അവർ അതിഭീകരമായ രീതിയിൽ റൂട്ട് ചെയ്യുന്നതും അതിഭീകരമായ രീതിയിൽ അവരെ അവരെ രീതിക്ക് മാത്രം ഇവർക്ക് ഈ പ്രണയം തേങ്ങ മാങ്ങൊന്നും അനുഭവിക്കാത്തൊരു ടീമായതുകൊണ്ട് തന്നെ, ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന ടീം ഇതൊന്നും അനുഭവിക്കുന്ന ഒരു ടീമായതുകൊണ്ട് തന്നെ ഈ ആരെങ്കിലും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അത് വേറെന്തോ ഒരു സംഭവമാണ്. അവർ നാളെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളാണ് എന്ന രീതിയിൽ ഇടപെടുക, അവരെ രക്ഷിതാക്കളെ വിളിക്കുക, നിങ്ങളെ കുട്ടി അപാര മോശമാണെന്ന് പറയുക. ഏതെങ്കിലും ആണിനോടൊന്ന് സംസാരിച്ചാൽ, ആൺകുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പെൺകുട്ടി പിഴച്ചവളാണെന്ന് രക്ഷിതാക്കൾ വിളിച്ചറിയിക്കുന്ന പരിപാടികൾ, രക്ഷിതാവിനെ മാത്രം വിളിച്ച് പ്രത്യേക റൂമിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ കുട്ടി വൃത്തികെട്ടതാണ്, പിഴച്ചവളാണ്, ഇവൾ ഇനിയിപ്പോൾ ഭാവിയിൽ ആണുങ്ങളൊപ്പം പോയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന രീതിയിലൊക്കെ പറയുന്ന പരിപാടികളൊക്കെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ എന്തായാലും ഇതിന് താഴ്ന്ന് എഴുതി വെക്കണം കേട്ടോ. എന്തായാലും ഇപ്പോഴെങ്കിലും ഇതൊക്കെ അനുഭവിച്ച ആളുകൾ സ്വതന്ത്രമായിട്ടൊന്ന് പറയണം. നിങ്ങൾ പഠിക്കുന്ന സമയത്തെ ആ ഒരു സ്കൂളിൽ നടന്ന ഇത്തരം ക്രൂരകൃത്യങ്ങളെ പറ്റി നിങ്ങൾ ആരും പറഞ്ഞില്ല. നോക്കൂ, ഒരു കുട്ടിയുടെ ദേഹത്ത്, 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ദേഹത്ത് അങ്ങനെ അതിഭീകരമായി അടിച്ച ആ ഒരു അടയാളം കണ്ടിട്ടും ആ രക്ഷിതാക്കൾ അത് കണ്ടിട്ടുണ്ടാവും. 9ാം ക്ലാസ് ഒക്കെ പറയുമ്പോൾ എന്തായാലും രക്ഷിതാക്കൾ അത് അറിയുന്നതായിരിക്കും. ഒരുപക്ഷെ രക്ഷിതാക്കൾ പറയാൻ പേടിയായിരിക്കും. രക്ഷിതാക്കൾ A+ മാത്രം കിട്ടിയിട്ട് അവിടെ നിന്ന് പോന്നാൽ മതി എന്ന വിധത്തിൽ പോയി ചേർക്കുന്ന ആൾക്കാരല്ലേ. എന്തായാലും ബാക്കി കേൾക്കാം. കാരണം എന്താ വെച്ചാല് നമ്മുടെ മക്കളിവിടെ അത്രയും അനുഭവിക്കുന്നുണ്ട്. ഇത് ആ ഒരു കുട്ടിയല്ല, ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ മരണം രണ്ടാമത്തതും ഒരു കുട്ടി ഇവിടുന്ന് ചാടിപ്പോയിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവങ്ങളല്ല. ഒരുപാട് പ്രഷർ ഞങ്ങളുടെ മക്കളോട് അനുഭവിക്കുന്നത്. ഇനി അത് നടക്കുന്നത് ഈ മാനേജ്മെന്റ് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതിനു മുന്നേ ഇവരിങ്ങനെ നടപടി ഇവിടെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട 3-4 ടീച്ചേഴ്സ്, നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റിൽ അറിയാം, 3-4 ടീച്ചേഴ്സിന് എല്ലാവർക്കെതിരെയും നടപടികൾ വേണം. ഇവിടുത്തെ സിസ്റ്റം മൊത്തം മാറ്റണം. ഈ ഒരു സിസ്റ്റം മൊത്തം മാറ്റണം. അല്ലാതെ സ്വന്തം കുട്ടികളെ
അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ട് വേറെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കാമെന്നല്ല അവർ തീരുമാനിക്കുന്നത്. അവിടുന്ന് സിസ്റ്റം മാറ്റിയ മതി ഇത്ര. ഈ ഒരു രക്ഷിതാവിന് ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയ ആ ഒരു ടീച്ചേഴ്സ് എല്ലാവരും കൂടിയിട്ട് കൊല ചെയ്ത് കളഞ്ഞ ഒരു സ്കൂൾ വീണ്ടും തങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു നാണവും മാനവും ഒരല്പമെങ്കിലും ഒരു ആത്മാഭിമാനമെങ്കിലും, അറ്റ്ലീസ്റ്റ് ആ മരിച്ചുപോയ കുട്ടിയോട് ഒരല്പമെങ്കിലും കരുണ, ഒരല്പം സ്നേഹം, അവരോടുള്ള ഒരു ആത്മാവിനോടുള്ള ഒരു സ്നേഹമെങ്കിലും നിങ്ങൾക്ക് കാണിക്കണ്ടേ? അവിടെ നിന്ന് പേര് വെട്ടിക്കൊണ്ടുപോകണ്ട, മതി. ഇങ്ങനത്തെ ഒരു കൊലപാതക സ്കൂളിൽ തങ്ങളുടെ കുട്ടികൾ പഠിക്കേണ്ടെന്ന് തീരുമാനം എടുക്കണ്ടേ? അതിന് ഈ രക്ഷിതാവിനൊക്കെ അവിടുത്തെ സിസ്റ്റം മാറ്റിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഇവരെന്താ പറഞ്ഞത്, ഞങ്ങളെ കുട്ടികൾ ഒരുപാട് അനുഭവിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ അത് കണ്ടും കേട്ടറിഞ്ഞിട്ടും തങ്ങളെ കുട്ടികളെ വല്ല ജയിലിൽ പറഞ്ഞയക്കുന്ന മാതിരി, അല്ലെങ്കിൽ ഏതൊരു കൊലപാതക സ്ഥലത്ത് പറഞ്ഞയക്കുന്ന മാതിരി ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ രക്ഷിതാക്കളാണ് ഇതിൻ്റെയൊക്കെ ഒരു മുക്കാ പങ്കും ഇതിൻ്റെയൊക്കെ ഒരു ഉത്തരവാദികൾ എന്നൊക്കെ പറയേണ്ടി വരും. എന്തു വന്നാലും അതിഭീകരം എന്നുള്ള വേറെ ഒന്നും പറയാനില്ല. സ്റ്റെല്ല എന്ന് പറയുന്ന ആരോപണം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അധ്യാപികയായിട്ടുള്ള സ്റ്റെല്ല, അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് വാക്കാൽ നമ്മളോട് പറയുന്നുണ്ട്. നമുക്ക് വാക്ക് ഇവിടെ ഒരാളുടെ ആവശ്യമില്ല, നമുക്ക് ലെറ്റർ പേഡിൽ അവരെ എഴുതി തരണം. ഇത് മാത്രമല്ല, സ്റ്റെല്ല മാത്രമല്ല, ഒരുപാട് അധ്യാപകരുണ്ട്, അവർക്കെതിരെ എല്ലാം നടപടി ഉണ്ടാവണം. ഇവിടെ ആദ്യം ഇവിടുത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ അവരുടെ പേരൻസിനും പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. വൈഫ് പറയുന്ന ഏറ്റവും വലിയ നോക്കൂ, ഇതാണ് ഒരു രക്ഷിതാവ് പറഞ്ഞ സ്റ്റെല്ല എന്ന് പറയുന്ന ഒരു അധ്യാപികക്കെതിരെ ഗംഭീരമായിട്ട് പരാതി എടുക്കണം എന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പോഴും അവരൊക്കെ അനുഭവിച്ച, കുഞ്ഞുങ്ങളൊക്കെ അനുഭവിച്ച പ്രശ്നത്തിനെതിരെ നോക്കൂ, ഒരു സ്റ്റെല്ല പോയി കഴിഞ്ഞാൽ ഇത്ര മാനേജിന്റെ സ്ഥാനത്തിൽ വേറെ കുറെ സ്റ്റെല്ലമാർ വരും. നോക്കൂ, ഇവരൊക്കെ എങ്ങനെയെങ്കിലും കുട്ടികളെ അടിച്ച്, അതാണ് ഇവരൊക്കെ രീതി, അടിക്കുക, ഭീകരമായിട്ട് പീഡിപ്പിക്കുക, ഭയപ്പെടുത്തുക, അങ്ങനെ അവരെ മാനസികമായിട്ട് തകർത്തവരെ എങ്കിലും A+ കിട്ടാൻ വേണ്ടിയിട്ടുള്ള, അവർക്ക് A+ കിട്ടിയാൽ മതി. സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ ആണ്. പിള്ളേർക്ക് എല്ലാവർക്കും A+ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് നേരായി. പിള്ളേർക്ക് എല്ലാവർക്കും A+ കിട്ടിക്കഴിഞ്ഞാൽ സ്കൂൾ ഭയങ്കര റെപ്യൂട്ടേഷനായി. പിറ്റേ ദിവസം വരുന്ന രക്ഷിതാക്കളിൽ നിന്ന് അപാരമായിട്ടുള്ള ഫീസ് അവർക്ക് വാങ്ങിക്കാം. ഇങ്ങനത്തെ ഒരുപാട് ഇത്തരത്തിലുള്ള സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നേ. ഇത്തരം സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ കുഞ്ഞുങ്ങൾ ജീവനോടെ വേണമെങ്കിൽ ഉള്ള A+ ഒക്കെ മതി. എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. പുറത്തും അതിഗംഭീരമായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ട്. ഇത്ര ഭീകരമായിട്ട് പഠിപ്പിക്കാത്ത സ്കൂൾ ഗവൺമെന്റ് സ്കൂളൊക്കെ. ഇത് ഗവൺമെന്റ് സ്കൂളൊന്നും വേണ്ട, അതൊന്നും താല്പര്യമില്ല. അപാരമായിട്ട് പണം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എവിടെയുണ്ടോ, പണം വാങ്ങിക്കുന്ന സ്ഥാപനമുണ്ടോ, അവിടെ മാത്രമേ പഠിപ്പുള്ളൂ എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞില്ല, ആ രക്ഷിതാവിന്റെ വീണ്ടും വർത്തമാനം കേട്ടു. വലിയ കംപ്ലൈന്റ് ഈ മക്കളുടെ ക്ലാസ് ടീച്ചറായിട്ടോ ഇവിടുത്തെ സ്കൂൾ ടീച്ചേഴ്സായിട്ടോ ഡയറക്റ്റ് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സാഹചര്യം ഇവിടെ ഇല്ല, ഇതുവരെ ഇല്ല. ഇവിടുത്തെ ഒരു PTA മീറ്റിംഗിന്റെ സിസ്റ്റം എന്താന്ന് വെച്ചാല്, അതായത് ഓരോ പാരന്റിനെ വിളിച്ചിട്ട് അവരെ മാർക്ക് ലിസ്റ്റ് കാണിച്ചു കൊടുക്കുക, അവരെ എന്താ പറയാ ഹറാസ് ചെയ്യുക, ആ ഒരു സിസ്റ്റമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുള്ള PTA മീറ്റിംഗ്, അങ്ങനെയല്ല. എല്ലാരും വിളിച്ചിരുത്തിയിട്ട് എല്ലാവരും എന്താ പറയാ നമ്മുടെ കുറവുകളും അതിലുള്ള കാര്യങ്ങളും സംസാരിക്കാന്നുള്ളതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ സ്കൂളിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കത് വേണം. ഇപ്പോഴും കണ്ടില്ലേ, ഇവർക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ മതി. രക്ഷിതാക്കൾക്ക് അവിടുത്തെ അധ്യാപകരുടെ സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ മതി. ഇപ്പോഴാ കൊലപാതക സ്കൂളിൽ തങ്ങളുടെ കുട്ടികളെ വീണ്ടും പറഞ്ഞേക്കും എന്ന് പറയുന്നത് ഉറപ്പിന്റെ പുറത്ത് ഇവിടുത്തെ ജീവൻ വേണമെങ്കിൽ. ഇപ്പോൾ നിങ്ങളടക്കമുള്ള രക്ഷിതാക്കളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ ഒരു കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി. കാരണം ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്ന് വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും ആ ഒരു കുഞ്ഞിനെ അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ട് തങ്ങളെ കുഞ്ഞുങ്ങൾ ജീവൻ വേണമെന്നുള്ള ചിന്താഗതി പോലും ഇല്ലാത്ത ആൾക്കാരെ നിങ്ങൾ. അപ്പൊ അത്തരം കുഞ്ഞുങ്ങളുടെ ആ ഒരു മരണത്തിന് ഉത്തരവാദി നിങ്ങളൊക്കെ തന്നെയാണെന്നൊക്കെ പറയേണ്ടി വരും. ഇത്ര സ്കൂളിൽ നിന്നൊക്കെ മാറ്റിയിട്ട് തങ്ങളെ കുട്ടികൾ ജീവൻ മതി എന്നൊക്കെ തീരുമാനിക്കേണ്ടി വരും. അങ്ങനത്തെ തീരുമാനം എടുക്കാത്തോടത്തോളം കാലം ഇത്ര സംഭവം. ഇപ്പോഴും ഇവർക്ക് സ്റ്റെല്ല എന്ന് പറഞ്ഞ ടീച്ചർ അവിടെ മാറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ സിസ്റ്റം മൊത്തം ഓക്കെ എന്ന് അല്ലെന്ന്. ഒട്ടുമിക്ക മാനേജ്മെന്റ് സ്കൂളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ. അവിടെ പഠിച്ചു പോയ ഒരുപാട് കുട്ടികൾക്ക് ആ സ്കൂളിനെതിരെ അതിഭീകരമായ പരാതികൾ. ഒരെണ്ണം പോലും നോക്കൂ, ഇതുവരെയും ആ സ്കൂളിനെതിരെ ഗംഭീരമായ പരാതികളായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയോ അല്ലെങ്കിൽ പരാതികളായിട്ട് ഇപ്പോഴെങ്കിലും ധൈര്യത്തോടു കൂടി വരാൻ അവർക്ക് കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ആ സ്കൂളിൽ നിന്ന് കേട്ട അതിഭീകരമായ ശിക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്. പുറത്തെന്തെങ്കിലും മിണ്ടാൻ പായിക്കുന്ന ആരെങ്കിലും ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ ആ ഉപദ്രവം മുഴുവൻ കേട്ടു നിൽക്കാൻ അല്ലെങ്കിൽ അത് മുഴുവൻ വാങ്ങിച്ച് അങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന ഒരു പൾപ്പ് കുട്ടികളായിട്ട്, ഒരു ബൊമ്മ കുട്ടികളായിട്ട് അവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് പ്രതിഷേധം വേണ്ടത്. ഇത്തരം സ്കൂളൊന്നും നിലനിൽക്കരുത്. വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഇതിനൊക്കെ ശക്തമായിട്ട് അടങ്ങണം. എന്തിനാണ് ഇവിടുത്തെ ബാലാവകാശ കമ്മീഷൻ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ വെറുതെ ഉറക്കം നിറഞ്ഞ് കുത്തിരിക്കുകയാണ്. ഇത്ര സ്ഥാപനങ്ങളൊന്നും ഇവർ കയറില്ല. ഇതാണ് എന്തുകൊണ്ട് കയറുന്നില്ല എന്നൊക്കെ നമ്മളൊക്കെ അന്വേഷിക്കേണ്ടത്. സുഹൃത്തുക്കളെ, ബൈ.